റിട്ടയർ അധ്യാപികയെ വീട്ടിൽ കയറി വലിച്ചിഴച്ചു കൊണ്ടുപോയി വടികൊണ്ട് അടിച്ച അയൽവാസി പിടിയിൽ. കൊല്ലം കൊട്ടാരക്കര ഗാന്ധിമുക്കിലാണ് വയോധികയ്ക്ക് നേരെ ക്രൂരമർദ്ദനം ഉണ്ടായത്. 78 വയസ്സുള്ള സരസമ്മയെ അയൽവാസി ശശിധരൻ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ശശിധരനെ വയോധിക വടികൊണ്ട് അടിക്കാൻ ശ്രമിച്ചു. പിന്നാലെ വടി പിടിച്ചു വാങ്ങിയ ശേഷം സരസമ്മയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഇവർ തമ്മിൽ വഴക്ക് പതിവാണ്. സംഭവത്തിൽ 70-കാരനായ ശശിധരനെ അറസ്റ്റ് ചെയ്തു. ബസ്സിൽ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കണ്ടക്ടർ അറസ്റ്റിൽ. എസൻപുരം പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി കോട്ടേക്കാട് വീട്ടിൽ അനീഷാണ് പിടിയിലായത്. കോളേജിൽ പോകുന്നതിനായി നാട്ടിക ഫിഷറി സ്കൂളിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് തൃപ്രയാർ അഴീക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സിൽ മുൻവശത്തെ റോഡിലൂടെ കയറുമ്പോൾ കണ്ടക്ടർ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. സംഭവത്തിൽ ബസ് പിടിച്ചെടുത്തു. അനീഷ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ച ഒരു കേസിലും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച മറ്റൊരു കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. നാടൻപാട്ട് കലാകാരൻ പിടിയിൽ. കുമളി പാറപ്പള്ളി പള്ളം വീട്ടിൽ ശ്യാമാണ് പിടിയിലായത്. പ്രതിക്ക് മറ്റൊരു പെൺകുട്ടിയുമായുള്ള അടുപ്പം അറിഞ്ഞതിന് പിന്നാലെ യുവതി മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തിയ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. അരക്കിണർ സ്വദേശി ശബരിനാഥാണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് മലപ്പുറം സ്വദേശിയായ യുവതിയുടെ പരാതി. ഇയാൾക്കെതിരെ നേരത്തെയും സമാനമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പതിനേഴുകാരി പ്രസവിച്ച കുഞ്ഞിനെ രഹസ്യമായി അനാഥ മന്ദിരത്തിലാക്കാൻ നീക്കം. യുവാവ് പിടിയിൽ. +2 കഴിഞ്ഞ ശേഷം വീട്ടിൽ തന്നെയായിരുന്ന പെൺകുട്ടിയെ ബന്ധുവായ യുവാവ് പീഡിപ്പിക്കുകയായിരുന്നു. വയറുവേദനയെ തുടർന്ന് പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ജൂലൈയിൽ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി പ്രസവിച്ചു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് അറിയിച്ചതിനാൽ ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയില്ല. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ അനാഥ മന്ദിരത്തിൽ കൈമാറാനുള്ള ശ്രമത്തിനിടെയാണ് സംഭവം പുറത്തറിഞ്ഞതും ബന്ധുവായ യുവാവ് അറസ്റ്റിലായതും. സംഭവത്തിൽ സംശയം തോന്നിയ അനാഥ മന്ദിരം അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്നാരോപിച്ച് +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. കാസർഗോഡ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. അബോധാവസ്ഥയിലായ വിദ്യാർത്ഥിയെ അധ്യാപകരാണ് ആശുപത്രിയിലെത്തിച്ചത്. കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റ വിദ്യാർത്ഥി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്.